ISLിലെ ആദ്യത്തെ 2 മത്സരത്തിലും പരാജയപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ വളരെയധികം ഒരു പ്രതിസന്ധി നേരിടുന്ന സിറ്റുവേഷനിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ 2 ഗോളുകൾക്ക് 1 ഗോൾ പോലും തിരിച്ചു നൽകുവാനായിട്ട് സാധിക്കാത്ത തരത്തിൽ പരാജയപ്പെടുകയും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ മുംബൈക്കെതിരെ 1 ഗോളിൻ്റെ പരാജയം കൂടി ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയതോടുകൂടി വളരെയധികം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടതായിട്ടുള്ളത് ഇക്കൊല്ലം ISLിലേക്ക് ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ടായി വന്നിട്ടുള്ള ഇന്റർ കാശിയാണ്. ഇന്റർ കാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മികച്ചൊരു പരിശീലകൻ തന്നെയാണ് ഉള്ളത്. ISLിൽ പലതവണ കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ തന്നെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് ആന്റോണിയോ ലോപ്പസ് അബ്ബാസ്. അവരുടെ മുഖ്യ പരിശീലകനായിട്ടിരിക്കുന്നതും അദ്ദേഹമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്റർ കാശിയെ വളരെയധികം ഭയക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പോരാതെ തന്നെ ഇന്റർ കാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം അവർ വിജയിക്കാൻ തന്നെയായിരിക്കും പരിശ്രമിക്കുക. മറിച്ച് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളിച്ച 2 മത്സരങ്ങളിൽ 2ഉം പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു തോൽവിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിനെ റെലിഗേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ നീങ്ങുവാനായിട്ട് കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ ഫോഴ്സ് ചെയ്യുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ പോയിന്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലും ഇടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നിലവിൽ 1 പോയിന്റ് പോലും ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ ഏറ്റവും പിന്നിലാണ് ഉള്ളത്. ഐ തിങ്ക് 12ാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ഉള്ളത്. മറ്റുള്ള ക്ലബ്ബുകളുടെ ഗോൾ ഡിഫറൻസ് വെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 12ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എങ്കിൽ പോലും നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരം ജയിക്കുവാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പരിശ്രമിക്കുക. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FCക്കെതിരെ ആർഷിൻ്റെ ഒരു മികച്ച സേവ്, ഗോൾ കീപ്പറായിട്ടുള്ള ആർഷിൻ്റെ ഒരു മികച്ച പെനാൽറ്റി സേവാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം പ്രതീക്ഷ നിലവിൽ നൽകിയിട്ടുള്ളത്. സോ അതിനാൽ തന്നെ ഒരു മികച്ച പഠനം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം സംശയമാണ്. അതായത് അറ്റാക്കിങ്ങിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം വളരെയധികം പിന്നോട്ട് തന്നെയാണ്. മറിച്ച് ഡിഫൻസിൽ ഒമർ ബായുടെ ഒരു മികച്ച ഒരു പ്രകടനം നമുക്ക് പലപ്പോഴായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ഇനിയും മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം കെവിൻ യോക്കിനെയൊക്കെ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്ന തരത്തിലുള്ള ആരാധകരുടെ ഉന്നയമൊക്കെ തന്നെ നമുക്ക് കേൾക്കുന്നുണ്ട്. പോരാത്തതിന് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർ കാശിക്കെതിരെ ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഇറങ്ങുവാനായിട്ട് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3ാമത്തെ ലീഗ് സ്റ്റേജ് മത്സരമാണ്. ഇറങ്ങുവാനായിട്ട് പോകുമ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയിക്കുവാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഉള്ളൊരു ആഗ്രഹം. അല്ലെങ്കിൽ ആ തരത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീം മൊത്തത്തിൽ ശ്രമിക്കുക എന്ന കാര്യം ഉറപ്പാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് സാധ്യതയുള്ള ഒരു സാധ്യത ഇവിടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ കീപ്പറായിട്ട് ആർഷ് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കളിയിലൊരു പ്രകടനം വളരെയധികം മികച്ചതായിരുന്നു. പുറത്തെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഒമർ ബാ, വികാസ് ഷിങ്നാം എന്ന് പറയുന്ന ഒരു കോംബോ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് പൊസിഷനിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും ഐവർ ഡോഗ്ലിങ്ങിന് തന്നെയായിരിക്കും കൂടുതൽ സാധ്യത. പിന്നീടുള്ള മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് സന്ദീപ് അല്ലെങ്കിൽ സഹിഫാണ്. പക്ഷേ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാവുക. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് റൗളിംഗ് ബോജസിൻ്റെ ഒരു പ്രകടനം നല്ലൊരു ഒരു സ്റ്റാർട്ട് തന്നെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കിട്ടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരു 11 അവസരം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. പോരാതെ തന്നെ മള്ളോൺ റൂസിനും ഒരു സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. വിപിൻ മോഹനനും ഈ ഒരു ലൈനപ്പിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഈ അറ്റാക്കിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് ഉറപ്പായും കോറു സിംഗിന് തന്നെ ഒരു സാധ്യത, അല്ലെങ്കിൽ നിഹാൽ സുധീഷിനായിരിക്കാം ആ ഒരു പൊസിഷനിൽ ഒരു സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ലൈനപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർ 2 പേർക്കും സ്റ്റാർട്ട് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയും ഉണ്ട്. അറ്റാക്കിങ്ങിൽ വിക്ടർ ബെർത്തുമി ആയിരിക്കും ഉണ്ടാവുക. ഇനി മറിച്ച് ഇനിയൊരു റൈറ്റ് വിങ് പൊസിഷനിലേക്ക് ഒരു പക്ഷേ നിഹാൽ സുധീഷിന് പകരം കെവിൻ യോക്കിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മികച്ച ടീമിനെ തന്നെ ഡേവിഡ് കെറ്റല ഇറക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.